ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അതേപോലെ ചൂടുവെള്ളവും ചായയെല്ലാം കുടിച്ചു. രാവിലെ വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചതായിരുന്നു. ക്യാബേജും സവാളയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ട് മാവിൻ്റെ കൂടെ മിക്സാക്കി വെറൈറ്റി ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം മിക്സാക്കി ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ച ശേഷം മാവ് ഒഴിക്കുകയാണ്. പക്ഷേ ഇത് ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നുണ്ടത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധാരണ ദോശയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ തീ കത്തുന്നത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, അത് ചിരട്ട കത്തിക്കുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സാമ്പ്രാണി പോയിക്കും. ദോശയ്ക്കുള്ള പൊട്ടുകടല ചട്നി ഉണ്ടാക്കി. അപ്പോൾ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് പോയിക്കുന്നത് കാണിച്ചു തരാം. ആ പോച്ച കനലിലെ ചിരട്ടക്കനൽ, അതിലേക്ക് ആ പൊടിയിടുകയാണ്, സാമ്പ്രാണിയുടെ പൊടിയിടുകയാണ്. അതെല്ലാ റൂമിലോട്ടും കാണിക്കും. ആ എണ്ണ കുടിച്ച പലഹാരം ഞങ്ങൾ രണ്ട് വെച്ച് എടുത്തു. കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ഡസ്റ്റ് അടിച്ച് വീടൊക്കെ തൂക്കണം. അപ്പോൾ ആദ്യം ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ചീപ്പ് കൊണ്ട് ബെഡ്ഷീറ്റ് ഒതുക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയണേ ഫ്രണ്ട്സ്. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയണം. അതിനുശേഷം ഹാളാണ് വൃത്തിയാക്കിയത്. ഡസ്റ്റ് അടിച്ച് തൂത്തു. റോഡിൽ നിന്ന് കുറച്ച് ദൂരെയാണ് വീട്, എന്നാലും നല്ല പൊടി ഉണ്ടാവും. ഈ വണ്ടിയുടെയൊക്കെ പൊടി 2 ദിവസത്തിലൊരുക്ക ഡസ്റ്റ് അടിച്ചില്ലെങ്കിൽ നല്ല പണിയായിരിക്കും. അടുക്കളയിൽ കുറച്ച് ചവറുണ്ടായിരുന്നത് കൊണ്ടുപോയി ഇടുകയാണ്, ബാക്കിൽ ചവറിടുന്ന സ്ഥലത്ത്. ഇനി അതും കൂടെ കഴിഞ്ഞ ശേഷം മേലെ ഇടണം. അപ്പം മേലൊക്കെ കഴുകി ഇനിയിപ്പോൾ വിളക്കെത്തിക്കുന്നതിന് മുമ്പ് ചൊവ്വയും വെള്ളിയും രാവിലെ സാമ്പ്രാണി പുകയ്ക്കുന്നത് പോലെ വൈകിട്ടും പുകയ്ക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കുറേ നേരത്തേക്ക്, നല്ല മണമായിരിക്കും. പിന്നെ അണുക്കൾ മാറും. വൈകിട്ട് കൊതുക് ശല്യം കൂടുതലാണ്. ഈ പുകയ്ക്കുന്നത് കൊണ്ട് കൊതുക് ശല്യം കുറയും. അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൊതുക് തിരി കത്തിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ. രാവിലെയും വൈകുന്നേരവും നല്ല കൊതുക് ശല്യമാണ് ഇവിടെ. അപ്പം അമ്മയ്ക്കുള്ള ബിസ്ക്കറ്റ് കൊടുക്കണം. തനിയെ കഴിക്കത്തില്ല, നമ്മളതിനെ കൊടുക്കണം, എല്ലാം വാരി കൊടുക്കണം. അവിടെ താഴെ ഒരാൾ നിൽക്കുന്നുണ്ടോ, ബിസ്ക്കറ്റെല്ലാം കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തു.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി പറയണേ ഫ്രണ്ട്സ്. ബൈ.